ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സെപ്റ്റംബർ 23 വിശുദ്ധ പാദ്രെ പിയോ. വിശുദ്ധ പിയൂസ് പിയത്രൽച്ചീന എന്നാണ് ശരിക്കുള്ള പേര്. എന്നാൽ പാദ്രെ പിയോ എന്ന് പറഞ്ഞാലാണ് നമുക്ക് എളുപ്പം മനസ്സിലാക്കുക. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക, ഉത്കണ്ഠ വേണ്ട. പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക, ഉത്കണ്ഠ വേണ്ട. യേശുവിൻ്റെ പ്രബോധനങ്ങൾ, 2-3 പ്രബോധനങ്ങൾ ഒരുമിച്ച് ചേർത്ത് അദ്ദേഹം പറഞ്ഞതാണ്. ഗംഭീരമായ ഉപദേശം നാം ധാരാളം കേട്ടിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്നുള്ള കപ്പുച്ചിൻ സന്യാസമൂഹത്തിലെ വിശുദ്ധ പിയൂസ് പിയത്രൽച്ചീനയുടെ ഉപദേശമാണിത്. പാദ്രെ പിയോ 1887 അദ്ദേഹം ജനിച്ചത്. 1968 ആണ് അദ്ദേഹം മരിച്ചത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്, മാർപ്പാപ്പയാകുന്നതിന് മുൻപ്. ഫ്രാൻസിസ്കോ ഫൊർജീനോ എന്നാണ് മാമോദീസ പേര്. സന്യാസമൂഹത്തിൽ ചേർന്നപ്പോൾ സ്വീകരിച്ച പേരാണ് പിയോ. അച്ഛനായപ്പോൾ പാദ്രെ. ഇപ്പം എന്നെ യൂറോപ്പിൽ പലരും വിളിക്കുന്നത് പാദ്രെ അല്ലേ, പാദ്രെ ജോസ്, പാദ്രെ യോസെ, പാദ്രെ ഹോസെ എന്നൊക്കെയാണ് വിളിക്കുക. പാദ്രെ വെച്ചാൽ ഫാദർ, പാദ്രെ പിയോ, ഫാദർ പിയോ. ഇറ്റലിയിലെ പിയത്രൽച്ചീന എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഗ്രാമീണ കർഷക കുടുംബം. ചെറുപ്പത്തിലെ തലയണയ്ക്ക് പകരം കല്ല് ഉപയോഗിക്കുക, കട്ടിൽ കിടക്കുന്നതിന് പകരം നിലത്ത് കിടക്കുക, ഇങ്ങനെ പരിത്യാഗ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു. 10-ാം വയസ്സിൽ ആടുകളെ മേയ്ക്കുന്ന ജോലിക്ക് പോയി. 15-ാം വയസ്സിൽ സെമിനാരിയിൽ പ്രവേശിച്ചു. പിയൂസ് ഒന്നാമൻ മാർപ്പാപ്പയുടെ ബഹുമാന നിമിത്തം പിയോ എന്ന പേര് തന്നെ സ്വീകരിച്ചു സെമിനാരിയിൽ. പിയോയുടെ ആരോഗ്യം അനുദിനം മോശമായിക്കൊണ്ടിരുന്നു. എങ്കിലും 1910 തിരുപ്പട്ടം സ്വീകരിച്ചു. 1915 സൈനിക സേവനം ചെയ്യാൻ നിർബന്ധനായി. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. 1916 മുതൽ 1968 മരിക്കുന്നത് വരെ ഗർഗാനോ മലയുള്ള ആശ്രമത്തിലാണ് അദ്ദേഹം താമസിച്ചത്. 1918 സെപ്റ്റംബർ 20 കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ശരീരത്തിലെ പഞ്ചക്ഷതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കഠിനമായ വേദനയായിരുന്നു. രക്തം ഒലിച്ചുകൊണ്ടിരുന്നു. ചെറിയൊരു സുഗന്ധവും ഉണ്ടായിരുന്നു. 50 വർഷവും ഈ പ്രതിഭാസം ശരീരത്തിൽ കാണപ്പെട്ടു. പല വൈദ്യന്മാരും ബിഷപ്പുമാരും പരിശോധിച്ചെങ്കിലും തൃപ്തികരമായ ഒരു വിശദീകരണവും നൽകപ്പെട്ടില്ല. ബെനഡിക്ട് 15 മാർപ്പാപ്പയുടെ ഡോക്ടർ ഗ്യുസേപ്പെ ബസ്തിയനെല്ലിയും ഈ ഇദ്ദേഹത്തിൻ്റെ പഞ്ചക്ഷതങ്ങൾ പരിശോധിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു പഞ്ചക്ഷതമുണ്ട് എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. പല അത്ഭുതങ്ങളും സംഭവിക്കാൻ തുടങ്ങി. 20 ദിവസം വരെയൊക്കെ പാദ്രെ പിയോ ദിവ്യകാരണം മാത്രം സ്വീകരിച്ച് ജീവിച്ചു, മറ്റ് യാതൊരു ഭക്ഷണം കഴിക്കാതെ. പാദ്രെ പിയോ രാഷ്ട്രാന്തരീയ പ്രശസ്തനായി. ഭക്തിയും സ്നേഹവും പ്രസംഗമേന്മയും ആളുകൾ ആകർഷിച്ചു. 1947 കരോൾ വോയ്റ്റീവ, ജോൺ പോൾ രണ്ടാമൻ, അദ്ദേഹത്തെ സന്ദർശിച്ചത്. പാദ്രെ പിയോ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ സഭയുടെ പരമോന്നത പദവിയിലെത്തും. 1947. 1978 വോയ്റ്റീവ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് ഈ പ്രവചനം നിവൃത്തിയായത്. 1968 പാദ്രെ പിയോ മരിച്ചു. 1,00,000-ലധികം പേര്, 1968 കാര്യം പറഞ്ഞത്, 1,00,000-ലധികം പേര് മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തി. 1999 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. 2002 വിശുദ്ധനായും പ്രഖ്യാപിക്കപ്പെട്ടു. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് പാദ്രെ പിയോ. ഈ പഞ്ചക്ഷതം ഉണ്ടാകുമ്പോൾ അല്ലേ, അത് വലിയ അത്ഭുതമായി തോന്നിയാലും അദ്ദേഹത്തിനത് കഠിനമായ വേദനയായിരുന്നു. കഠിനമായ വേദന, രക്തം ഒലിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ എല്ലാ വർഷവും ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. അപ്പോൾ അത് കഠിനമായ വേദന ഉണ്ടാകുകയാണ്. അപ്പോഴും അദ്ദേഹം ഉത്കണ്ഠ വേണ്ട, പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയിൽ ആകൃഷ്ടരായി. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണമെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷികളെല്ലാം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, 9 മുതലുള്ള വാക്യങ്ങളിൽ. വിശുദ്ധരെ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പ്രഖ്യാപിക്കണം, കർത്താവിനെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഇടങ്ങളിലെല്ലാം എന്ന് കർത്താവ് ചെയ്ത കൽപ്പനയുണ്ട് മാർക്കോസ് 14:9. ഈ തിരുവചനങ്ങളെ ഗൗരവമായിട്ടെടുക്കുന്ന നമുക്ക് ഈ പാദ്രെ പിയോയുടെ പ്രാർത്ഥനകൾ നമുക്ക് സ്വീകരിക്കാം, ഏകമധ്യസ്ഥൻ്റെ പ്രാർത്ഥനയോടൊപ്പം. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്ന സ്ഥലത്ത് നമുക്ക് പ്രഘോഷിക്കാം. നമുക്ക് ആ മാതൃക സ്വീകരിച്ച്, പഞ്ചക്ഷതം നമുക്ക് ഇല്ലെങ്കിൽ പോലും ചിലർ പറയാം ആന്തരിക പഞ്ചക്ഷതം ഉണ്ടെന്നൊക്കെ പറയാം. ആന്തരിക പഞ്ചക്ഷതം പുറത്തേക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഉള്ളിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നവർ, പഞ്ചക്ഷതങ്ങൾ പോലെ വേദന അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു ആന്തരിക പഞ്ചക്ഷതം നമുക്ക് ഉണ്ടാകാം. അതെല്ലാം കർത്താവിനെ പ്രതി, കർത്താവിന് വേണ്ടി
നമ്മുടെ വിശുദ്ധീകരണത്തിനും മറ്റുള്ള പാപികളെ മാനസാന്തരത്തിനൊക്കെ വേണ്ടി നമുക്ക് കാഴ്ചവെക്കുകയും ചെയ്യാം. അങ്ങനെ വിശുദ്ധിയുടെ പാതയിൽ നടക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.